നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കൊല്ലം തേവലക്കരയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന് യാത്രാമൊഴിയേകാൻ നാട്. സ്കൂളിൽ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലേക്ക്. അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങൾ. വിദേശത്തായിരുന്ന മിഥുന്റെ അമ്മ സുജ നാട്ടിലെത്തി. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. അപകടത്തിൽ വിശദീകരണം തേടി വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജർക്ക് നോട്ടീസ് നൽകി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട്. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ത്യ സഖ്യ യോഗം ഇന്ന് ഡൽഹിയിൽ. ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും പങ്കെടുക്കില്ല. പഹൽഗാം ഭീകരാക്രമണം, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം. പാർലമെന്ററി കാര്യസമിതി വിളിച്ച സർവകക്ഷി യോഗം നാളെ. വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി വെട്ടിച്ചു മാറ്റുന്നതിനിടയിൽ തൃശൂരിൽ ബസ്സിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് എൽത്തുരുത്ത് സ്വദേശി ആബേൽ. റോഡ് ഉപരോധവുമായി BJPയും കോൺഗ്രസും. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഗൂഗിളിനും മെറ്റയ്ക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. നടപടി ഓൺലൈൻ ചൂതാട്ട പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര. മത്സരം വൈകിട്ട് 3:30 മുതൽ ലോർഡ്സിൽ. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ അധികൃതരുടെ അനാസ്ഥയിൽ ജീവൻ പൊലിഞ്ഞ മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. വിദേശത്തായിരുന്ന മിഥുൻ്റെ അമ്മ സുജ നാട്ടിലെത്തിയിട്ടുണ്ട്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന കുട്ടിയുടെ മൃതദേഹം വിലാപയാത്രയായാണ് തേവലക്കര ഹൈസ്കൂളിൽ എത്തിച്ചത്. സ്കൂളിലെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. ആയിരങ്ങളാണ് സ്കൂളിലെ പൊതുദർശനത്തിൽ മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, എപ്പോഴാകും മിഥുൻ്റെ മൃതദേഹം വീട്ടിലെത്തിക്കുക? ചടങ്ങുകൾ എങ്ങനെ? രാജേഷ്, ഇപ്പോൾ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾക്കും ഒപ്പം തന്നെ ഇതിന്റെ മൃതദേഹം അവസാനമായി എത്തിക്കുമ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും അല്പനേരം വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതിനുള്ള ഒരുക്കങ്ങളുമാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. മിഥുന്റെ അമ്മ അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ സാഹചര്യങ്ങളിലൊക്കെ ഈ നാട്ടുകാരുടെ ഒരു സഹകരണം കൂടി നമ്മൾ ഇവിടെ തിരിച്ചറിയുന്നുണ്ട്. അവരെല്ലാം വേദനയോടെ അവരുടെ പ്രിയ മിഥുന് ഒരു നോക്ക് കാണാൻ ഈ വീട്ടിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. അല്പം മുമ്പ് തന്നെ ഈ മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അവിടെയും നല്ല വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടമായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത്. അവിടെയും ആയിരങ്ങളാണ് ഇതിനെ അവസാനമായി കാണാനായി അവിടെ ഒത്തുകൂടിയത്. 10 മണിയോടുകൂടി 10:30 എത്തിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ആ സമയക്രമങ്ങളൊക്കെ കൊണ്ട് 11:45 ശേഷം മാത്രമാണ് മൃതദേഹം സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചത്. അവിടെ സഹപാഠികളും അധ്യാപകരും ഒപ്പം നാട്ടുകാരും പൊതുപ്രവർത്തകരും ഒക്കെ ഇതിന്റെ ഈ വാർത്ത അറിഞ്ഞ് വേദനയോടെ എത്തിയ ഇതിനെ നേരിട്ട് പരിചയം ഇല്ലാത്ത ജനങ്ങളും അത്തരത്തിൽ ഒരുപാട് പേരായിരുന്നു ഇതിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സ്കൂളിലേക്ക് എത്തിയത്. അവിടുത്തെ പൊതുദർശന ചടങ്ങുകൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് വിലാപയാത്രയായി കൊണ്ടുവന്നിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഈ വീട്ടിലേക്ക്. ആ വഴികളിലൊക്കെ ആൾക്കാർ കാത്തുകൊണ്ട് ഇതിന് അവസരമായിരുന്നു ഇപ്പോൾ കാണാൻ. ആ കാഴ്ചയാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. ഇതിന്റെ അമ്മ ഇപ്പോൾ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇതുവരെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തുന്നത് അറിയാൻ കഴിയുന്നത്. രാജേഷ്. സുധീഷ്, ഇപ്പോഴും ഈ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്ന വഴിയിലൊക്കെ അന്തിമോപചാരം അർപ്പിക്കാനായി നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും വൈകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും ആ ഒരു സാധ്യത കൂടി കാണുന്നു. കാര്യം കഴിഞ്ഞ സമയങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ നാം കണ്ടതാണ് മൃതദേഹം ആശുപത്രിയിൽ നിന്നും
വിലാപയാത്രയായി സ്കൂളിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ കണ്ട ഒരു കാഴ്ച, വഴിയോരങ്ങളിൽ കാത്തുനിന്ന ജനങ്ങൾ, അവർ തങ്ങളുടെ അല്ലെങ്കിൽ ഈ വാർത്തയുടെ ഒരു ദാരുണമായ ഈ സംഭവത്തിന് വാർത്തയറിഞ്ഞ് ഒരു നോക്ക് കാണാൻ, ഇതിനെ കാണാൻ ഓടിയെത്തിയവരാണ്. അവരൊക്കെ ആ വേദനയോട് കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചു. വഴിയോരങ്ങളിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് വളരെയധികം സമയമെടുത്തതായിരുന്നു ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര സ്കൂളിലേക്ക് എത്തിയത്. ആ ഒരു തരത്തിലുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ വീട്ടിലേക്കും കാണാൻ കഴിയുന്നത്. വീട്ടിലേക്ക് എത്തുന്ന വഴികളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് ഈ ഇതിനെ അവസാനമായി ഒന്ന് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന സമയക്രമങ്ങളൊക്കെ തന്നെ മാറാൻ സാധ്യതയുണ്ട്. വീണ്ടും സമയം മാറും എന്ന് തന്നെയാണ്. അതായത് സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരം 5 മണിക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊരു ആശങ്കയും ഇപ്പോൾ എഴുത്തുകാർക്കുണ്ട്. കാര്യം ഇനിയും ഒരുപാട് പേർ മിഥുനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സമയക്രമങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഏതായാലും അല്പം മുമ്പ് വരെ മഴയുണ്ടായിരുന്നു. ആ ഒരു അന്തരീക്ഷം ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിലാപയാത്ര വളരെ വേഗത്തിൽ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എസ് സുധീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വിദേശത്തായിരുന്ന മിഥുൻ്റെ അമ്മ നാട്ടിലെത്തിച്ചേർന്നു. വൈകാരിക രംഗങ്ങൾക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം സാക്ഷിയായത്. പോലീസ് അകമ്പടിയോടെ കൂടിയാണ് സുജ കൊല്ലത്തേക്ക് എത്തുന്നത്. രാവിലെ 8:50 ഇൻഡിഗോ വിമാനത്തിലാണ് കുവൈറ്റിൽ നിന്നും സുജ എത്തിയത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ മാനേജർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള അപകടകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കുവാനുള്ള നിർദ്ദേശം എല്ലാ സ്കൂളുകൾക്കും നൽകിയിട്ടുണ്ട്. മരണ വീട്ടിൽ പോയി സർക്കാരിൻ്റെ സഹായത്തെപ്പറ്റി പറയാനും ആശ്വസിപ്പിക്കാനും പോകുമ്പോൾ പ്രതിഷേധത്തിൻ്റെ പേരിൽ മന്ത്രിമാരെ തടയുന്നത് ശരിയല്ല എന്നും മന്ത്രി പറഞ്ഞു. നമ്മളിന്നലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത യോഗ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ HMനെ സസ്പെൻഡ് ചെയ്തു. മാനേജർക്ക് നോട്ടീസ് ഇന്നോടുകൂടി കിട്ടിക്കാണും. മറ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ കുട്ടിയുടെ ചടങ്ങുകൾ കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. ഞാൻ ഇന്ന് പോകുന്നില്ല. ഇന്നലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെയും AEO DEOമാരുടെ ഉള്ള യോഗം ചേർന്നു. എവിടെയെങ്കിലും ഇത്തരത്തിൽ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല. സർക്കാരിൻ്റെ കണ്ണ് തുറക്കട്ടെ എന്നാണ് കേരളം പ്രാർത്ഥിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ സർക്കാർ ബധിര കണ്ണുകളുമായി നിലകൊള്ളുകയാണ്. യഥാർത്ഥ കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിന് പകരം സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. ഞാൻ ഓർക്കുന്നില്ല, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വിറ്റർ ഇന്നലെ ഉണ്ടായിരുന്നു. അദ്ദേഹം 4 വർഷം മുമ്പ് മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു കത്ത്, വയനാട്ടിലെ ഒരു കുട്ടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച മൂലം, സ്കൂളിന്റെ സൗകര്യങ്ങളില്ലാത്തത് മൂലം പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോഴാണ് ആ കത്ത് എഴുതിയത്. അന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി അയച്ചിരുന്നു. അന്നത്തെ ആവശ്യപ്പെട്ടത് കേരളത്തിലെ സ്കൂളുകളിൽ, പൊതുവിദ്യാഭ്യാസ ഭാഗമായ സ്കൂളുകളിൽ ഓഡിറ്റ് നടത്തണം. നമ്മുടെ കുട്ടികളുടെ ജീവൻ എങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എവിടെയൊക്കെ തകരാറുകളുണ്ടോ ആ തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഓഡിറ്റ് ഉണ്ടാവണം. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് അങ്ങയുടെ കൺസേൺ മനസ്സിലാക്കുന്നു, ആ കൺസേൺ മനസ്സിലാക്കിയനുസരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു. 4 കൊല്ലം കഴിഞ്ഞു. അതിനുശേഷമാണ് നിലമ്പൂരിൽ. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ഉത്തരേന്ത്യയ്ക്ക് മുകളിലുള്ള 2 ചക്രവാത ചുഴികളുടെ സാന്നിധ്യമാണ് കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉത്തരേന്ത്യയ്ക്ക് മുകളിലുള്ള 2 ചക്രവാത ചുഴികളുടെ സാന്നിധ്യമാണ് കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണം. ചൊവ്വാഴ്ച വരെ മഴ തുടരും.
അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കാസർഗോഡ് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾക്കുൾപ്പെടെ അവധിയാണ്. കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി. കോഴിക്കോട്ടെ വടകര താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾക്കുൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഉത്തരേന്ത്യയിൽ കനത്ത മഴയും മഴക്കെടുതിയും തുടരുകയാണ്. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 110 ഉയർന്നു. 35 പേരെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലുമായി കാണാതായിട്ടുണ്ട്. 1220 കോടി രൂപയുടെ നാശനഷ്ടം സംസ്ഥാനത്ത് കണക്കാക്കിയിട്ടുണ്ട്. രാജസ്ഥാനിൽ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലും മഴ ശക്തമാണ്. ഡൽഹിയിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. അടുത്ത 4 ദിവസം കൂടി ഉത്തരേന്ത്യയിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിങ്കളാഴ്ച തുടങ്ങുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ത്യ സഖ്യയോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ഓൺലൈനായിട്ട് വൈകിട്ട് 7 മണിക്കാണ് യോഗം ചേരുക. തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വിട്ടുനിൽക്കും. കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ നടക്കും. 1 വർഷത്തിന് ശേഷമാണ് യോഗം ചേരുന്നത്. കേരള സന്ദർശനത്തിനിടയിൽ രാഹുൽ ഗാന്ധി RSS ബാന്ധവം ആരോപിച്ചതിൽ പ്രതിഷേധമുണ്ടെങ്കിലും CPM യോഗത്തിൽ പങ്കെടുക്കും. ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും യോഗം ബഹിഷ്കരിക്കും. ഇന്ത്യ സഖ്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട്. അതിനാൽ പാർട്ടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല എന്നാണ് ആം ആദ്മി പാർട്ടി മുതിർന്ന നേതാവും രാജ്യസഭാ MPയുമായ സഞ്ജയ് സിംഗ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഡൽഹിയിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രമായി നേരിട്ടതിനാൽ ഇനി വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും സ്വതന്ത്രരായിട്ട് മത്സരിക്കാനാണ് തീരുമാനം. അതേസമയം പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികളുമായി തന്ത്രപരമായ ഐക്യങ്ങൾ തുടരുമെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പഹൽഗാം ഭീകരാക്രമണവും സിന്ദൂർ ഓപ്പറേഷനും അഹമ്മദാബാദ് വിമാന ദുരന്തവും ബീഹാറിലെ വോട്ടർ പട്ടികയിൽ തീവ്രപരിശോധന ഏർപ്പാടാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഷ്കരണവും അടക്കം ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ഇതിനിടയിൽ നാളെ സർവകക്ഷി യോഗവും ചേരും. ഇരുസഭകളിലെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി പാർലമെന്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. 21 ആരംഭിക്കുന്ന വർഷകാല സമ്മേളനം ഓഗസ്റ്റ് 21 വരെ നീളും. 21 സിറ്റിംഗുകളാകും ഈ സമ്മേളനത്തിൽ ഉണ്ടാകുക. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി. അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. എൽത്തുരുത്ത് സ്വദേശി 24 വയസ്സുള്ള ആബേലാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. രാവിലെ 9:15 അപകടം. കുന്നംകുളത്തേക്ക് പോരുന്ന സ്വകാര്യ ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആബേൽ ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. ആബേൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടം നടന്ന ഉടൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞു. പിന്നാലെ എത്തിയ കോൺഗ്രസ് BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും BJP തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോന്റെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകരുമാണ് പ്രതിഷേധിച്ചത്. കുഴികളും തുറന്ന് മലർത്തിയിട്ടേക്കാണ്. ബസ്സുകൾക്കാണെങ്കിൽ മരണപ്പാച്ചില്. കേരള ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. ഇവിടെ ജില്ലാ ഭരണകൂടമുണ്ടോ? ജില്ലാ ഭരണകൂടത്തിന്റെ മൂക്കിന് താഴെയാണ് ഈ കുഴി. പ്രതിഷേധക്കാർ ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞു. ഇതിനിടെ പോലീസ് സമരക്കാരെ റോഡിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി. മേയർ ഇടപെട്ട റോഡിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണം, മരിച്ചയാൾക്ക് ധനസഹായം നൽകണം, കളക്ടർ സംഭവ സ്ഥലത്തേക്ക് എത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഏറെ നേരം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വിജിലൻസിനോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ MG റോഡിൽ സമാന രീതിയിലുള്ള അപകടത്തിൽ പൂങ്കുന്നം സ്വദേശിയായ യുവാവ് ദാരുണമായി മരണപ്പെട്ടത്. അമൃത ന്യൂസ്, തൃശൂർ. ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഗൂഗിളിനും മെറ്റയ്ക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ഈ കമ്പനികളുടെ പ്ലാറ്റ്ഫോമുകളിൽ ഓൺലൈൻ ചൂതാട്ട പരസ്യങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ടാണ് നടപടി. ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകൾക്കെതിരെ രാജ്യത്ത് കടുത്ത നടപടികൾ തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് നോട്ടീസ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ED വിവരങ്ങൾ തേടിയത്. ഓൺലൈൻ ചൂതാട്ട പരസ്യങ്ങളിലൂടെ ലഭിച്ച വരുമാനം, പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചതിന്റെ മാനദണ്ഡങ്ങൾ, ബെറ്റിംഗ് ആപ്പുകളുമായുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളിൽ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. ഈ കേസിൽ നേരത്തെ ചില വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ED ചോദ്യം ചെയ്തിരുന്നു.
കൊച്ചി വടുതലയിൽ അയൽവാസി തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ദമ്പതികളിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. വടുതല ഫ്രീഡം നഗർ സ്വദേശികളായ ക്രിസ്റ്റഫറും ഭാര്യ മേരിയുമാണ് സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ക്രിസ്റ്റഫറിന് 50%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ട്. കൃത്യം നടത്തിയ ശേഷം പ്രതി വില്യം ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ സ്കൂട്ടറിലെത്തിയ ക്രിസ്റ്റഫറിനെയും ഭാര്യ മേരിയെയും അയൽവാസിയായ വില്യം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ഞങ്ങൾ തീ ഇങ്ങോട്ട് പാളണ കണ്ട് ഇട്ടോന്ന് പറഞ്ഞൊരു പൊട്ട് പൊട്ടിയപ്പോഴാണ് തീ പാളിയത്. അപ്പം ഞാൻ തന്നെ പുറത്തോട്ട് നിൽക്കുമ്പോൾ ചെക്കൻ നിന്ന് കത്തണേന്ന്. ഞാൻ അപ്പുറത്തുകൂടി പോയി വെള്ളം കൊണ്ടുവന്ന് തലയിൽ കൂടി ഒഴിച്ച് ഇതും കെടുത്തി അങ്ങ് ഇവിടെ ആടെ പൊള്ളിയേക്കണേന്ന്, സർവ്വസ്ഥലവും പൊള്ളിയേക്കണേന്ന്, ഷർട്ടൊക്കെ പൊള്ളിയേക്കണേന്ന്. ടൂ വീലറിന് തീ പിടിച്ചാണെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പം ടൂ വീലറും കത്തണുണ്ട്, പൊള്ളലേറ്റ ചേട്ടനോട് നിന്ന് കത്തണായിരുന്നു. വില്യവും ദമ്പതികളും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാരും പറയുന്നു. പൊള്ളിയ ശരീരവുമായി ക്രിസ്റ്റഫറും മേരിയും ആശുപത്രിയിലേക്ക് വാഹനത്തിൽ കയറുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വില്യം ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഇയാൾക്ക് ക്രിമിനൽ സ്വഭാവമുണ്ട്. സഹോദരന്റെ മകനെ ഇയാൾ മുൻപ് ആക്രമിച്ചിരുന്നു. ദമ്പതികളെ തീ കൊളുത്തിയ ശേഷം സ്വന്തം വീട്ടിലേക്ക് ഓടിക്കയറിയ വില്യം വീട് അടച്ചുപൂട്ടി അകത്ത് തൂങ്ങി മരിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയം പാല രാമപുരത്ത് ജുവലറി ഉടമയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലുവാൻ ശ്രമം. രാമപുരം ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കണ്ണനാട്ട് ജുവലറി ഉടമ അശോകനെയാണ് ഇളന്തുരുത്തിയിൽ ഹരി എന്ന ആൾ ജുവലറിയിലെത്തി കൊല്ലാൻ ശ്രമിച്ചത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് സംഭവം നടന്നത്. സാമ്പത്തിക ഇടപാടിലുണ്ടായ തർക്കമാണ് തീയിടാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അശോകനെ ചേർപ്പൊങ്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീയിട്ട ഉടനെ ഹരി ഓടി രക്ഷപ്പെട്ട് 1 മണിക്കൂറിന് ശേഷം രാമപുരം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം അലങ്കോലപ്പെട്ടു. റാപ്പർ വേടൻ്റെ പാട്ടുകളും ഗായിക ഗൗരിലക്ഷ്മിയുടെ കഥകളി സംഗീതവും താരതമ്യ പഠനത്തിനായി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം VC നിയോഗിച്ച സമിതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് സെനറ്റ് യോഗത്തിൽ പ്രതിഷേധമുയർന്നത്. യോഗം തുടങ്ങിയപ്പോൾ തന്നെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് UDF LDF അനുകൂല അംഗങ്ങൾ തമ്മിലും തർക്കമായി. തർക്കവും ബഹളവും തുടർന്നതോടെ VC യോഗം നിർത്തിവെക്കുന്നതായി അറിയിച്ചു. ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത് സർവകലാശാലയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് VC P രവീന്ദ്രൻ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നിലവിലെ സാഹചര്യം ചാൻസലറോട് വിശദീകരിക്കുമെന്നും VC പറഞ്ഞു. മദ്രസ സമയത്തെ ബാധിക്കാത്ത രീതിയിലുള്ള സ്കൂൾ സമയമാറ്റം അംഗീകരിക്കുമെന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി AK അബ്ദുൾ ഹമീദ്. ഏകപക്ഷീയമായി ഒറ്റയടിക്ക് സമയം മാറ്റരുത്. വൈകുന്നേരം സ്കൂൾ സമയം അരമണിക്കൂർ നീട്ടണം. പ്രക്ഷോഭത്തിന് കൂട്ടുനിൽക്കാത്തത് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണെന്നും അബ്ദുൾ ഹമീദ് കോഴിക്കോട് പറഞ്ഞു. അത് സംബന്ധമായി നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ നേതാവും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വിശദമായ വിഷയങ്ങൾ പറയുകയും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ആശങ്ക നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിന്. മദ്രസ വിദ്യാഭ്യാസത്തെ ഒരു നിൽക്കും ബാധിക്കാത്ത രൂപത്തിൽ സമയം മാറ്റുന്നതിന് നമ്മൾ വിരോധമില്ല. അപ്പോൾ അത് ചർച്ചയിലൂടെയൊക്കെ പരിഹരിക്കേണ്ടതാണ്. പെട്ടെന്ന് ഗവൺമെൻറ് നടപ്പിലാക്കേണ്ട വിഷയമല്ല. അത് ഉസ്താദ് തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. സ്കൂൾ 9 മണിക്ക് തുടങ്ങുന്നതെന്ന് വെച്ചാൽ അത് 2 രൂപത്തിലുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ ചിലപ്പോൾ നേരത്തെ തുടങ്ങും. സാധാരണ റെഗുലർ ഗവൺമെൻറ് സ്കൂളൊക്കെ തുടങ്ങുന്നത് 9:45 മദ്രസ 9:30 വരെ മദ്രസ നടക്കാറുണ്ട്. അല്ല, അത് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഷിഫ്റ്റ് സിസ്റ്റത്തിൽ. അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നിലെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ തള്ളി US ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് ചെയർമാൻ ജെന്നിഫർ ഹൊമൻഡി. വിമാനാപകടത്തിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്തത് ക്യാപ്റ്റനാണെന്ന റിപ്പോർട്ടുകളാണ് തള്ളിയത്. പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നതെന്നും അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമെന്നും അവർ പറഞ്ഞു. ഇത്തരം അന്വേഷണങ്ങൾ ബുദ്ധിമുട്ടേറിയതും സമയമെടുക്കുന്നതുമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. വിമാനത്തിൻ്റെ ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റനോട് എന്തിനാണ് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നതും താൻ ഓഫ് ചെയ്തിട്ടില്ല എന്ന മറുപടിയുമുള്ള ഓഡിയോ റെക്കോർഡുകൾ പുറത്തു വന്നു എന്നായിരുന്നു മാധ്യമ വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ 5 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചു വീഴ്ത്തപ്പെട്ടുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്ന് പ്രതിപക്ഷം. പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു റാഫേൽ യുദ്ധവിമാനവും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും
ഇന്ത്യൻ പൈലറ്റുമാരെ പാകിസ്ഥാൻ പിടികൂടുകയോ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നായിരുന്നു ഇന്ത്യ വ്യക്തമാക്കിയിരുന്നത്. റിപ്പബ്ലിക്കൻ നിയമവിദഗ്ധരുമായി വൈറ്റ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിലായിരുന്നു ട്രംപിൻ്റെ പരാമർശം. എന്നാൽ ഏതു ഭാഗത്തു നിന്നാണ് വെടിവെച്ചിട്ടത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ല. കോഴിക്കോട് കാവിലുംപാറയിൽ ദമ്പതികളെ ആക്രമിച്ച കാട്ടാനയെ മയക്കുവെടി വയ്ക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. വെറ്റിനറി സർജൻമാർ ഉടൻ സ്ഥലത്തെത്തും. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ കുങ്കി ആനകളെ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2 ആഴ്ചക്കാലമായി കാവിലുംപാറ ഭാഗത്ത് കാട്ടാനക്കൂട്ടങ്ങൾ മാറി മാറി വന്ന് ഭീതി പരത്തുകയാണ്. ഇന്നലെ വൈകുന്നേരം ഭാര്യയും ഭർത്താവും ദമ്പതികളാണെന്നാണ് തോന്നുന്നത്. അവർ ഈ കാട്ടാനയുടെ ആക്രമണത്തിന് വിധേയമായി ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഭാഗ്യവശാൽ പരിക്കത്ര ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഇപ്പോൾ നടത്തിയ ഇടുക്കി പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റം എന്ന പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഭൂപ്രശ്നം സങ്കീർണമാക്കാൻ റവന്യൂ അധികൃതർ ഗൂഢനീക്കം നടത്തുന്നതായി ആക്ഷേപം. പ്രദേശത്തെ 2 സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട വസ്തുവിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ച് കളക്ടറുടെ നേതൃത്വത്തിലുള്ള നടപടികൾ പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നതായിട്ടാണ് പരാതി. ഇടുക്കി പരുന്തുംപാറയിൽ ഭൂസംബന്ധമായി യാതൊരു പരാതികളും മുൻപുണ്ടായിരുന്നില്ല. ജില്ലയ്ക്ക് പുറത്തുള്ള പരിസ്ഥിതി സംഘടന നൽകിയ പരാതിയിൽ മറ്റൊരു കേസിന്റെ പരിശോധനയ്ക്കിടെയാണ് പരുന്തുംപാറയിലും കയ്യേറ്റ ഭൂമിക്ക് പട്ടയം നേടാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നത്. തുടർന്ന് ഇവിടുത്തെ ഭൂരേഖകൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441-ലും പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534-ലും ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശത്തും മാർച്ച് മാസം മുതൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പരുന്തുംപാറയുടെ സമീപ പ്രദേശങ്ങളിലെ പട്ടയഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന 2100 കുടുംബങ്ങൾക്കാണ് റവന്യൂ അധികാരികൾ നോട്ടീസ് നൽകിയത്. അധികൃതരുടെ നടപടിയിൽ പകച്ചു നിൽക്കുകയാണ് ഇവർ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദപ്പെട്ട ജീവനക്കാർ അവരുടെ ജോലിയിൽ കാണിച്ചിട്ടുള്ള അലംഭാവം, ഫയലുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിനകത്ത് കാണിച്ചിട്ടുള്ള അലംഭാവം ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മേലെ കെട്ടിവയ്ക്കുന്ന ശ്രമമാണ് ഈ ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടം ഇപ്പോൾ നടപ്പാക്കുന്നത്. റിപ്പോർട്ടിനകത്ത് ഒരിടത്തും വ്യാജ പട്ടയം തയ്യാറാക്കിയിട്ടെന്ന് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, 5 ഏക്കർ വരെ കൈവശം വെച്ചിട്ടുള്ള ആളുകളുണ്ട്. ആ 5 ഏക്കർ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിട്ട് ഈ റിപ്പോർട്ടിനകത്തോടൊപ്പം പറയുന്നില്ല. ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്തോടൊപ്പം പറയുന്നില്ല. ഗ്രാമ്പി, കല്ലാർ, ഓട്ടപ്പാലം, പീരുമേട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കയ്യേറ്റം നടന്നതായി റവന്യൂ അധികൃതർ ആരോപിക്കുന്നത്. ഈ മേഖലയിലുള്ള ആളുകൾ നിയമപ്രകാരം പട്ടയം ലഭിച്ചവരാണ്. കൈവശ ഭൂമിയുടെ പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തു നിൽക്കുന്നവരും നിരവധിയുണ്ട്. പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ജനങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് കുടിയിറക്കാൻ റവന്യൂ അധികൃതർ നീക്കം നടത്തുന്നതായാണ് ആക്ഷേപമുയരുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് നടക്കും. വൈകിട്ട് 3:30 മുതൽ ലോർഡ്സിലാണ് മത്സരം. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുൻപിലാണ്. ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. സതാംപ്ടണിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ 4 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ ജയം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.